ഇതിനിടയിൽ ഇറാന്റെ പരമോന്നത നേതാവിനെ എങ്ങനെ വധിച്ചു? ഇത്ര തന്ത്രപ്രധാനമായ ഒരു സൈനിക നീക്കം എങ്ങനെ സാധ്യമായി ഇറാനും അമേരിക്കയ്ക്കും? ഈ ചോദ്യത്തിന് ഉത്തരം അവർ നടത്തിയ സൈനിക നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചില വിശദാംശങ്ങൾ ഇതിനകം തന്നെ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും പേര് കേട്ടതാണ് മൊസാദ് എന്ന രഹസ്യാന്വേഷണ സംഘടന ഇസ്രയേലിൻ്റെ. മൊസാദ് തന്നെയാണ് ഇവിടെയും ഈ ഖമേനിയെ വധിക്കപ്പെടുന്നതിന് കരുത്തായത് ഇസ്രയേലിന് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെയെന്ന വഴികൾ തേടുമ്പോൾ അവിടുത്തെ തെരുവീഥികളിലെ ക്യാമറ കണ്ണുകളടക്കം നിരീക്ഷിക്കുന്നതിനുള്ള പ്രത്യേകമായ ട്രാക്കിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മൊസാദ് ഇറാനുമേൽ ഒരു വലിയ കടന്നുകയറ്റമാണ് നടത്തിയത്. എന്താണിത്, ഈ നീക്കം, ഇതെങ്ങനെ സംഭവിച്ചു? വിശദമായി പരിശോധിക്കാം. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, മൊസാദിൻ്റെ നീക്കം, ഇസ്രയേലിൻ്റെ കരുത്ത്, എങ്ങനെയാണ് ഇസ്രയേൽ ഇത് സാധ്യമാക്കിയത്? തന്ത്രപ്രധാനമായൊരു നേതാവിനെ ആദ്യ സൈനിക നീക്കത്തിലൂടെ തന്നെ വധിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരം വരുമ്പോൾ എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? എങ്ങനെയായിരുന്നു ഇസ്രയേലിൻ്റെ സൈനിക നീക്കം? സജിത്ത്, അതുതന്നെയായിരുന്നു ലോകം ആകാംക്ഷയോടുകൂടി ചോദിച്ചിരുന്ന ഒരു ചോദ്യം. അയത്തുള്ള അലി ഖമനയെ വധിക്കാൻ നേരത്തെ തന്നെ ഇസ്രയേൽ പല തവണ പദ്ധതിയിട്ടതാണ്. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹത്തെ വധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഘട്ടങ്ങളിലൊക്കെ അതിനെല്ലാം അതിസമർത്ഥമായി മറികടക്കാനുള്ള ഇൻ്റലിജൻസ് സംവിധാനം ഇറാനുണ്ടായിരുന്നു. പക്ഷേ ആ ഇറാൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തെ എല്ലാം മറികടന്ന് എങ്ങനെയാണ് അവരുടെ ആത്മീയ നേതാവും ഇറാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേതാവ്, ഇറാന് കിട്ടാവുന്ന ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത് അയത്തുള്ള അലി ഖമനയെ വധിക്കുക എന്നുള്ളതായിരുന്നു. അതെങ്ങനെ ഇസ്രയേലിന് സാധ്യമായി എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. അതിനാണ് ഇപ്പോൾ ഒരു ഉത്തരം വന്നിരിക്കുന്നത്. ഫിനാൻഷ്യൽ ടൈംസ് ആണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അത് മൊസാദിൻ്റെ ചില പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത്, ഒരു ഘട്ടത്തിൽ അവർക്ക് എങ്ങനെയാണോ ടെഹ്റാൻ എന്നത് ജെറുസലേം എങ്ങനെയാണോ അതുപോലെ തന്നെ മൊസാദിന് ടെഹ്റാനിലെ ഓരോ തെരുവുകളെക്കുറിച്ചും ഓരോ വിശദാംശങ്ങളെക്കുറിച്ചും അവർക്ക് അറിയാമായിരുന്നു എങ്ങനെയാണ്. അത് എങ്ങനെ അവർ കടന്നു കയറി ഇതിൽ അറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ട്രാഫിക് സിഗ്നലുകൾ, ട്രാഫിക് പോലീസിൻ്റെ പക്കലുള്ള ക്യാമറകളുണ്ട്. ഈ ക്യാമറകളാണ് അവർ ആദ്യം ഹാക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ടെഹ്റാൻ നഗരത്തിലെ ഓരോ ചലനങ്ങളും ഈ ക്യാമറകൾ വഴി ഇവർ ഹാക്ക് ചെയ്ത് എടുത്തു. അതിനുശേഷം അത് AI സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് വളരെ വിശദമായി തന്നെ ഇതിൻ്റെ പരിശോധനകൾ നടത്തി. അയത്തുള്ള അലി ഖമനയോ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗാർഡിൽപ്പെട്ട ആളുകളൊക്കെ ഏതൊക്കെ സ്ഥലത്താണ് സഞ്ചരിക്കുന്നത്, അവർ സഞ്ചാരയുടെ പാത എങ്ങനെയാണ്, അവരുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി സമയം എങ്ങനെയാണ്, ഇവരുടെ പരസ്പരമുള്ള ബന്ധപ്പെടലുകൾ എങ്ങനെയാണ്, ഇതെല്ലാം അവർ വളരെ കൃത്യമായി തന്നെ AI സഹായത്തോടു കൂടി അനലൈസ് ചെയ്തുകൊണ്ട് തിരിച്ചറിയുന്നു. എവിടെയാണ് ഏത് സമയത്തും ഓരോ സ്ഥലത്തും അയത്തുള്ള അലി ഖമനയെ ഉള്ളത്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസർമാരൊക്കെ ഏത് സമയത്താണ് ഉള്ളത്, ഇവർ നീങ്ങുമ്പോൾ എങ്ങനെയാണ് ഗാർഡുകൾ ചലിക്കുന്നത്, ഏതെല്ലാം ഭാഗത്തു നിന്നാണ് ഗാർഡുകളുടെ ചലനം ഉണ്ടാകുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം അവർ വളരെ കൃത്യമായി തന്നെ ഇസ്രയേൽ പിടിച്ചെടുത്തു. അതിനുശേഷമാണ് അവർ ഇന്ന സ്ഥലത്താണ് അയത്തുള്ള അലി ഖമനയെ ഉള്ളതെന്നും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരൊക്കെയും ഏത് സ്ഥലത്താണ് ഉള്ളതെന്നും അവർ വളരെ കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞു. ഇങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ ഈ അപകടം ഉണ്ടായത് മുന്നറിയിപ്പ് സംവിധാനം എങ്ങനെയാണ് നൽകുന്നത്, ആ മുന്നറിയിപ്പ് സംവിധാനം തകർക്കാൻ വേണ്ടി ഈ സമയത്ത് തന്നെ അവർ അവിടുത്തെ ഇത്തരം കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെല്ലാം ഹാക്ക് ചെയ്തിരുന്നു. അതോടുകൂടി പല സ്ഥലങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു അപകടകരമായ ഒരു നീക്കം വന്നു കഴിഞ്ഞാൽ അതിന് മുന്നറിയിപ്പ് സംവിധാനം നൽകാനുള്ള തടസ്സമുണ്ടായി. സ്വാഭാവികമായും താഴെത്തട്ടിലടക്കം ഈ ആക്രമണം തുടങ്ങിയ ഘട്ടത്തിലൊക്കെ ചിലപ്പോൾ വിവരങ്ങൾ കിട്ടിയിരിക്കാം. പക്ഷേ അത് യഥാർത്ഥ തലത്തിൽ എത്തിക്കാനും അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അവസരം നിഷേധിക്കുക എന്നുള്ള കമ്മ്യൂണിക്കേഷൻ്റെ വഴികളെല്ലാം തന്നെ അവർ പൂർണ്ണമായും അടയ്ക്കുകയായിരുന്നു. ഇങ്ങനെ അവരുടെ മുന്നേറ്റം പൂർണ്ണമായും ദീർഘകാലമായി മൊസാദിൻ്റെ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരശേഖരണ ഏജൻസികളിലൊന്നാണ് മൊസാദ്. ഏറ്റവും അതിസമർത്ഥമായി മറ്റ് രാജ്യങ്ങളിലൊക്കെ കടന്നു കയറി അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അവിടെ അതിനനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും അവരുടെ ആന്തരികമായ വിവരങ്ങളടക്കം ചോർത്തുന്നതിനുമൊക്കെയുള്ള സംവിധാനങ്ങളുള്ള ഒരു രഹസ്യ വിവരശേഖരണ ഏജൻസിയാണ് മൊസാദ്. ആ മൊസാദിന് ആ കാര്യത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അവർ ടെഹ്റാൻ, അവരുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ടൈംസ് പറയുന്നത്, ഞങ്ങൾക്ക് ജെറുസലേം എങ്ങനെയാണോ തിരിച്ചറിയാൻ കഴിയുന്നത് അതുപോലെ, ഈ നമ്മൾ മലയാളത്തിലൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൈവെള്ളയിലെ രേഖകൾ പോലെ ഞങ്ങൾക്ക് ടെഹ്റാൻ പരിചിതമായിരുന്നു എന്ന മട്ടിലാണ്. ടെഹ്റാനിൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എല്ലാ നീക്കങ്ങളും, സുരക്ഷാ ഉദ്യോഗസ്ഥർ എവിടെ നിന്നാണ് ചലിക്കുന്നത്, അയത്തുള്ള അലി ഖമനെ ഒരു യാത്ര തുടങ്ങിയാൽ ഏതെല്ലാം തരത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ എവിടെയെല്ലാം ഏതെല്ലാം തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകും, എവിടെയെല്ലാം സുരക്ഷാ ഉദ്യോഗസ്ഥർ നിരക്കും, അവരുടെ സഞ്ചാര പാത എങ്ങനെയാണ്, ഇതിനെല്ലാം ഒരു ക്രമമുണ്ട്. ഈ ക്രമമെല്ലാം അവർ ദീർഘകാലമായി ട്രാഫിക്
സിഗ്നലുകളിൽ നിന്നുള്ള വീഡിയോ എടുത്ത് പഠിച്ച് അത് AI സഹായത്തോടു കൂടി അതിൻ്റെ രൂപരേഖകൾ തയ്യാറാക്കി അതിനുശേഷം ഇവർക്ക് ഒരു അപകട സിഗ്നൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് മുകൾ തട്ടിലേക്ക് എത്തിച്ച് അവിടെ നിന്നുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഉണർത്തി നിർത്തുന്നത്, ആ പ്രതിരോധ സംവിധാനം ഉണർത്തി നിർത്താൻ വേണ്ടിയുള്ള സിഗ്നലുകൾ എങ്ങനെയാണ് നൽകുന്നത്, ഈ സിഗ്നലുകളെ അവർ അവസാനം ഓപ്പറേഷൻ വരുന്ന സമയത്തേക്ക് അത് ജാം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം അപകട സിഗ്നലുകൾ നൽകാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രതിരോധ സംവിധാനങ്ങൾ അലർട്ടാക്കി നിർത്താനോ ഇവർക്ക് കഴിയാതെ പോകുന്നു. ഈ വിധത്തിലാണ് അയത്തുള്ള അലി ഖമനേയിയെ പ്രധാനപ്പെട്ട ഇറാൻ്റെ നേതാക്കളെയെല്ലാം വധിച്ചത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിടുന്നത്. അതും മൊസാദിൻ്റെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത്. യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അയത്തുള്ള ഖമേനിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു യുദ്ധതന്ത്രം പ്ലാൻ ചെയ്തത് ഇസ്രയേൽ എന്നതാണ്. അതിനാവട്ടെ ടെഹ്റാനിലെ രാജ്യ തലസ്ഥാനത്തെ ട്രാഫിക് ശൃംഖല ഹാക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് ഉപയോഗിച്ചത്. അങ്ങനെയാണ് രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിൻ്റെ വരവ് പോക്കുകൾ കൃത്യമായി നിരീക്ഷിച്ച് അതിലൂടെ ഈ ആക്രമണം അവർ സാധ്യമാക്കിയത് എന്നതാണ്. ചില പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇറാനെതിരായ വീണ്ടും ചില സുപ്രധാന സൈനിക നീക്കത്തിന് നീക്കമുണ്ടാവുകയാണ്. ഇറാനിലെ ഓൾഡ് പാർലമെൻറ്റ് ബിൽഡിങ്ങിന് സമീപം ഒരു സ്ഫോടനമുണ്ടായി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് രാജ്യ തലസ്ഥാനത്തേക്ക് വീണ്ടും ഇറാന് പ്രഹരമേൽപ്പിക്കാൻ അമേരിക്കയും ഇസ്രയേലും തയ്യാറെടുക്കുകയാണ്. നേരത്തെ IDF ഇസ്രയേലിൻ്റെ സൈനിക സേന തന്നെ ഈ നീക്കം വ്യക്തമായിരുന്നു. ഞങ്ങൾ കൂടുതൽ ശക്തിയുള്ള നീക്കങ്ങൾ ടെഹ്റാനെതിരെ നടത്തും, ഒരു കോർഡിനേറ്റീവ് ഒഫൻസീവ്, ഒരു കൃത്യമായ നീക്കമാണ് ഉണ്ടാവുക. അതായത് അമേരിക്കയും ഇസ്രയേലും ചേർന്നുള്ള ഈ സൈനിക നീക്കം കൂടുതൽ വലിയ പ്രഹരമേൽപ്പിക്കും ഇറാനുമേൽ എന്നതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. കിരൺ, ചില പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് ടെഹ്റാൻമേൽ വീണ്ടും സൈനിക നീക്കം, വ്യോമാക്രമണം ഉണ്ടാകുന്നു എന്നതാണ്. അതായത് അവിടുത്തെ ഓൾഡ് പാർലമെൻറ്റ് മന്ദിരത്തിന് സമീപത്ത് ഒരു സ്ഫോടനം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തെങ്കിലും സൂചനകൾ ഇത് സംബന്ധിച്ച് ലഭ്യമാവുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടാണ് സൈറ്റ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അക്കാര്യത്തിൽ സ്ഥിരീകരണം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആക്രമണം പല സ്ഥലങ്ങളിലും ഇപ്പോഴും തുടരുകയാണ്. ഈ ആക്രമണം സംബന്ധിച്ച് രണ്ടു കൂട്ടരുടെയും അവകാശവാദങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും മിക്ക ആക്രമണങ്ങളിലും ഏതെല്ലാം തരത്തിൽ ആക്രമണത്തിൻ്റെ വ്യാപ്തി ഉണ്ടായിരുന്നു, എവിടെയെല്ലാമാണ് ഈ തരത്തിലേക്കുള്ള മിസൈലുകൾ വീണത്, അല്ലെങ്കിൽ അതിന് എത്രത്തോളം വലിയ അപകടമായിരുന്നു, അത്തരത്തിലുള്ള വിവരങ്ങളുടെ സൂചനകളാണ് പലപ്പോഴും പുറത്തു വരുന്നത്. പല അപകടങ്ങളെ സംബന്ധിച്ചും പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിലുണ്ടായ പല അപകടങ്ങളെ സംബന്ധിച്ചും ഇറാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് തൊടുത്തുവിടുന്ന മിസൈലുകൾ അത് തകർക്കുമ്പോൾ ആ തകർന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ ഭാഗങ്ങൾ, ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ പക്കലുള്ള ഡ്രോൺ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡ്രോൺ സംവിധാനങ്ങളൊന്നാണ്. അത് തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോണാണ് എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. അത്തരം ഡ്രോണുകൾ ഒരേ സമയം ഈ ഡ്രോണുകൾക്ക് 5 ലക്ഷ്യങ്ങളിലേക്ക് താഴ്ന്നു പറന്ന് 5 ലക്ഷ്യങ്ങളിലേക്ക് അതിൽ സ്ഫോടക വസ്തുക്കൾ എത്തിക്കാൻ, അല്ലെങ്കിൽ ആ 5 ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന സംവിധാനമുള്ള ഡ്രോണുകളാണ് ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. എന്തിന് റഷ്യ യുക്രൈൻ യുദ്ധത്തിലടക്കം റഷ്യയും ഒക്കെ വ്യാപകമായി ഇറാൻ്റെ പക്കലുള്ള ഈ ഡ്രോണുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ തന്നെ നിലവിൽ ഏകദേശം 800ഓളം വരുന്ന ഡ്രോണുകൾ അടിച്ചിട്ടു എന്നാണ് വിവിധ GCC രാജ്യങ്ങളുടെ അവകാശവാദം. അങ്ങനെയാണെങ്കിൽ അതിന്മേൽ അത്രത്തോളം ഡ്രോണുകളിലെ സംവിധാനങ്ങൾ ഇറാന് ഉണ്ട് എന്ന് വേണം കണക്കാക്കാൻ. ഈ ഡ്രോണുകൾ 5 ഇടത്തേക്ക് പോകുമ്പോഴുള്ള പ്രധാനപ്പെട്ട വിഷയം, അതിൽ ചിലപ്പോൾ ഈ ഡ്രോണുകൾ തകർക്കാൻ കഴിഞ്ഞാലും അതിലെ സ്ഫോടക വസ്തുക്കൾ, അതിൻ്റെ പോർമുനകൾ 5 ഭാഗത്തേക്ക് പോകാനും അതിലെ ചിലതെങ്കിലും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അത് വീണ് ഉണ്ടാകുന്ന അപകടങ്ങൾ, അതോടൊപ്പം തന്നെ ഡ്രോൺ തകർന്ന് വീണും മിസൈലുകൾ തകർന്ന് വീണും ഉണ്ടാകുന്ന അപകടങ്ങൾ, അത് ഒരു കൂറ്റൻ ഒരു വലിയ അപകടത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും പക്ഷേ ഇത് ആകാശത്ത് വെച്ച് തകർത്ത് ഇടുന്ന ഒരു മിസൈലോ അല്ലെങ്കിൽ ഡ്രോണോ ഒക്കെ എവിടെ വന്ന് വീഴും എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. ചിലപ്പോൾ ജനവാസ മേഖലയിലായിരിക്കും, ചിലപ്പോൾ കെട്ടിടങ്ങളുടെ മുകളിലായിരിക്കും. അങ്ങനെയൊക്കെ അത് വീണും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഇറാൻ നടത്തുന്ന ഒരു ആക്രമണം ലക്ഷ്യസ്ഥാനത്തേക്ക് വീണ് ഉണ്ടാകുന്ന ഒരു അപകടമല്ല, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു ആക്രമണമല്ല. അത് തകർക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പരിക്കുകൾ, അത്തരം പരിക്കുകൾ സ്വാഭാവികമായും അതാണ് പ്രധാനമായും ഈ രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളിൽ നിന്നും ആകാശത്തേക്ക് പുക വരുന്നു എന്നുള്ളതും ആളുകളൊക്കെ രൂക്ഷമായ ഗന്ധം ആകാശത്തൊക്കെ പരക്കുന്നു എന്നുള്ളതുമൊക്കെ ഈ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. ഇക്കാര്യത്തിലുമൊക്കെ ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതെങ്കിലും ഡ്രോണുകളൊക്കെ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് വന്ന് വീണിട്ടുണ്ടോ എന്നടക്കം വരേണ്ടതുണ്ട്. നേരത്തെ സജിത്ത് നമ്മൾ സൂചിപ്പിച്ച എങ്ങനെയാണ് ഖമനേയെ കൊലപ്പെടുത്തിയത്, അതിന് മൊസാദിൻ്റെ പദ്ധതി എന്തായിരുന്നു എന്ന് നമ്മൾ വിശദമായി തന്നെ നേരത്തെ പറഞ്ഞു. ഏറെക്കുറെ സമാനം എന്ന് പറയാവുന്ന രീതിയിലേക്കുള്ള ഒരു ആക്രമണം ഇറാനും നടത്തിയിട്ടുണ്ട്. അത് ദുബൈയിലെ പാം ജുമേറയിൽ ഇറാൻ നടത്തിയ ആക്രമണം ഈ രീതിയിൽ തന്നെയായിരുന്നു. മൊസാദിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തങ്ങുന്ന സ്ഥലമായിരുന്നു ജുമേറ ഹോട്ടൽ.
ഇവിടെയുള്ള ഇവിടുത്തെ CCTV ഹാക്ക് ചെയ്താണ് ഇറാൻ ഈ തരത്തിലേക്കുള്ള ഒരു ആക്രമണം നടത്തിയത്. പക്ഷേ ഇതിനെ മറ്റേതുമായി ഏതെങ്കിലും തരത്തിൽ ഖമനേയി ആക്രമിച്ചതുമായി ഏതെങ്കിലും തരത്തിൽ നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. കാരണം ഒരു ഹോട്ടലിൻ്റെ CCTV ആക്രമിച്ച് അവിടെ എവിടെയാണ് ഉദ്യോഗസ്ഥരുള്ളത് തിരിച്ചറിഞ്ഞ് അത് അവിടെ ആക്രമണം നടത്തുന്നതിനേക്കാൾ എത്രയോ വലിയ ടെക്നോളജിയും അല്ലെങ്കിൽ എത്രയോ കാലത്തെ ദീർഘമായ പരിശ്രമമൊക്കെ ആവശ്യമാണ്. ഒരു നഗരത്തിലെ മുഴുവൻ ട്രാഫിക് സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന അവിടുത്തെ ക്യാമറകളും ഹാക്ക് ചെയ്യുക, ഈ ക്യാമറകളിൽ നിന്നുള്ള വിവരങ്ങൾ ദീർഘകാലത്തോളം തുടർച്ചയായി ശേഖരിക്കുക, അതിനുശേഷം ഈ ക്യാമറകളിൽ നിന്ന് ഇറാൻ്റെ ഖമനയുടെ ഗാർഡ് ഏത് തരത്തിലേക്കൊക്കെയാണ് സഞ്ചരിക്കുന്നത്, ഖമനയെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇറാൻ്റെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അത്തരം അധികാരമുള്ള ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയോ സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ സഞ്ചരിക്കുന്നതിന് മുന്നോടിയായി ചിലപ്പോൾ ആ ഒരു സഞ്ചരിക്കുന്നതിന് മുന്നോടിയായി 10 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 24 മണിക്കൂർ മുമ്പോ ഒക്കെ ചിലപ്പോൾ നിരീക്ഷണങ്ങളുണ്ടാവും. അത് എങ്ങനെയാണ്, അതിനൊരു പ്രോട്ടോക്കോൾ കാണും. ആ പ്രോട്ടോക്കോൾ എങ്ങനെയാണ്, അത് ദീർഘകാലമായി പഠിച്ചെങ്കിൽ മാത്രമേ മറ്റൊരു രാജ്യത്തിന് തിരിച്ചറിയാൻ കഴിയൂ. ആ പ്രോട്ടോക്കോൾ എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ ഈ പ്രോട്ടോക്കോൾ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് തിരിച്ചറിയാൻ ദീർഘകാലമായി അങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കറിയാൻ കഴിയും ഈ 10 മണിക്കൂർ മുമ്പ് ഇന്ന ഗാർഡ് ഈ തരത്തിലേക്ക് ഒരു യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇത്ര മണിക്കൂറിന് ശേഷം ഈ ഖമനയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോ ആ വഴിക്ക് സഞ്ചരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇന്ന സ്ഥലത്തുള്ളപ്പോൾ അവരുടെ ആസ്ഥാനത്തുള്ളപ്പോൾ എങ്ങനെയായിരിക്കും ഗാർഡ് അണിനിരക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ദീർഘമായ കാലത്ത് ഈ ക്യാമറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരത് അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്ത ശേഷം അവർ കൃത്യമായി പഠിക്കുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണോ ജെറുസലേം നഗരം മൊസാദിന് അറിയാവുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ടെഹ്റാൻ അറിയാമായിരുന്നു. അത്ര ഒരു കൈവെള്ളയിലെ രേഖകളെന്നൊക്കെ നമ്മൾ സാധാരണ പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ അത്രത്തോളം അവർക്ക് പരിചിതമായിരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും അതിൽ അവകാശവാദത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നത് നമുക്കറിയില്ലെങ്കിലും ഖമനയുടെ നീക്കങ്ങൾ എന്തായാലും മൊസാദിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. മൊസാദിന് അതിന് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിരുന്നു. അതിന് നേരിട്ട് ഖമനയുടെ ആളുകളെ അല്ലെങ്കിൽ ഗാർഡിലെ ആരെങ്കിലും സാധാരണഗതിയിൽ പലപ്പോഴും പലയിടത്തും ചെയ്യുന്നത് അങ്ങനെയാണ്. ഇറാഖിലൊക്കെ പണ്ട് സദ്ദാം ഹുസൈൻ നേരെ ആക്രമണം നടത്തിയപ്പോഴായാലും അല്ലെങ്കിൽ ഏറ്റവും അടുത്തത് നടത്തിയ ആക്രമണങ്ങളൊക്കെ ചെയ്യുന്നത് ആ രാജ്യത്ത് നിൽക്കുന്ന ആളുകളിൽ പ്രധാനപ്പെട്ട ആളുകളെ, ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഒറ്റുകാർ എന്നൊക്കെ പറയുന്നത് പോലെ ആ രാജ്യത്ത് തന്നെ ചാരന്മാരെ അവർ സംഘടിപ്പിക്കുകയും അവിടെ നിന്ന് തന്നെ വിവരങ്ങൾ ശേഖരിക്കുകയും അവർ വഴി വിവരങ്ങൾ ചോർത്തി അവിടെ ആക്രമണം നടത്തുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനമൊക്കെയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇറാനിൽ നിന്ന് എന്തായാലും അത്തരത്തിലേക്ക് ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ അത് തകർക്കാൻ എന്തായാലും കഴിഞ്ഞില്ല. കാരണം അതിനും ചരിത്രപരമായ കാരണങ്ങൾ ഒരുപാടുണ്ട്. ഇറാനെ സംബന്ധിച്ച് മറ്റേതെങ്കിലും രാജ്യത്തെ പോലെയല്ല, അവർ നൂറ്റാണ്ടുകളായി യുദ്ധം ചെയ്ത് പാരമ്പര്യമുള്ളവരാണ്. ഇറാൻ്റെ എത്രയോ തലമുറ, 10ഓ 15ഓ തലമുറയ്ക്ക് തന്നെ യുദ്ധ പാരമ്പര്യം അല്ലെങ്കിൽ യുദ്ധം ചെയ്ത ശീലം, അതിൻ്റെ ആ കഥകൾ കേട്ട് അല്ലെങ്കിൽ ആ ചരിത്രം കേട്ട് വളർന്നവർ, ആ ചരിത്രം അനുഭവിച്ച രക്ഷകർത്താക്കളുടെ മക്കൾ, അങ്ങനെയൊക്കെയുള്ള ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ച് യുദ്ധത്തിൻ്റെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.